ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷ. അപ്പോൾ നിങ്ങളിൽ പലരും കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരം SSC ഇന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. SSC ഇന്ന് 2 നോട്ടീസുകളാണ് പുറത്തു വിട്ടിരിക്കുന്നത്. രണ്ടിലും നമുക്ക് സന്തോഷ വാർത്തകൾ മാത്രമാണുള്ളത്. രണ്ടിലെയും ആ സന്തോഷ വാർത്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സന്തോഷ വാർത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജസ് ആയിട്ടും കമൻസ് ആയിട്ടും ഒക്കെ വരുന്നൊരു കാര്യമായിരുന്നു, SSC GD കോൺസ്റ്റബിളിൻ്റെ എക്സാം ഡേറ്റ് എന്നാണ്. ഈ SSC GD കോൺസ്റ്റബിൾ എന്ന് നടക്കും? MTSന്റെ കൂടി ഡേറ്റ് വന്നപ്പം GDയുടെ ഡേറ്റ് ആണ് അറിയാൻ ബാക്കി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇത് എന്നാ നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു കാര്യത്തിന്, ആ ഒരു ചോദ്യത്തിന് SSC ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. SSC പറയുന്നത് SSC GD നടക്കാൻ പോകുന്നത് നവംബർ 16 തീയതി മുതൽ, അതായത് ഈ വർഷം നവംബർ 16 തീയതി മുതൽ ഡിസംബർ 15 തീയതി വരെയായിട്ട് SSC GD നടക്കുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? SSC ഇന്ന് വന്ന നോട്ടീസിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റെനോഗ്രാഫറിന്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്. സ്റ്റെനോഗ്രാഫർ വരുന്നത് 11/11/2021 മുതൽ 15/11/2021. കമ്പാരിറ്റീവ്ലി കുറച്ച് ആളുകൾ അപ്ലൈ ചെയ്യുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നവംബർ 11 മുതൽ നവംബർ 15 വരെയായിട്ട് എന്ത് നടക്കുന്നുണ്ട്? സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C and D എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സന്തോഷ വാർത്ത. GDയുടെ ഡേറ്റ് വന്നു, സ്റ്റെനോഗ്രാഫർ ഡേറ്റ് വന്നു. ഇനി GD പോസ്റ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് അതിലെ പോസ്റ്റുകൾ, എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ നോട്ടീസിലുള്ള നമുക്കുള്ള 2 സന്തോഷ വാർത്തകൾ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസൾട്ടിന്റെ ഡേറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? SSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവലിൻ്റെയും അതുപോലെ തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവലിൻ്റെയും എക്സാം റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ റിസൾട്ട് SSC പറഞ്ഞിട്ടുണ്ട്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ 30/11/2021 ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് കേട്ടോ, അന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നില്ല, എന്നാലും ഏറെക്കുറെ ആ ഒരു സമയത്തിന് എന്ത് ചെയ്യും വരും അല്ലേ? നവംബർ 30 തീയതിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? CHSLന്റെ റിസൾട്ട് നമ്മുടെ SSC പബ്ലിഷ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിൻ്റെ ഡിസംബർ 31 എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? പബ്ലിഷ് ചെയ്യുന്നതാണ് SSC പറഞ്ഞിരിക്കുന്നത്. വേറെയും കുറച്ച് റിസൾട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് നോക്കേണ്ടവർക്കുണ്ടെങ്കിൽ അതുകൂടി നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 4 സന്തോഷ വാർത്തകൾ പ്രധാനമായിട്ടും കിട്ടി. സ്റ്റെനോഗ്രാഫറിൻ്റെ ഡേറ്റ് കിട്ടി, GDയുടെ ഡേറ്റ് കിട്ടി. സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ പലരുടെയും നെഞ്ചിലൊരു ഇടിയായിരിക്കും എനിക്കറിയാം. കാരണം ഇനി അധികം സമയമില്ല, എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ എന്ത് ചെയ്തേ പറ്റും, ഇനി കട്ടയ്ക്ക് പിടിച്ചു തുടങ്ങിയേ പറ്റും അല്ലെ? CGL ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ടാറ്റിൻ്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ SSC രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പടപടയെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക. CGLന്റെയും CHSLന്റെയും റിസൾട്ടിന്റെ ഡേറ്റും അതുപോലെ തന്നെ SSC GDയുടെയും സ്റ്റെനോഗ്രാഫറിന്റെ ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇത്തരം SSC RRB പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് നമ്മുടെ കംപ്ലീറ്റ് കോഴ്സുകൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. academisonline.com എന്നാണ് എൻ്റെ വെബ്സൈറ്റിന്റെ പേര്, നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് CGLനോ CHSLനോ MTSനോ GDക്കോ ഒക്കെ ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. മാത്രമല്ല RRB ഓറിയന്റഡ് ആയിട്ടുള്ള NTPC ഗ്രൂപ്പ് D എക്സാംസിനുള്ള കോഴ്സുകളും എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. RRBക്കും SSCക്കും ആയിട്ടുള്ള കംപ്ലീറ്റ് കോഴ്സുകളാണ് നമ്മുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ ഓരോ പരീക്ഷയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്ട്സ് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ തന്നെ വാട്സപ്പിലോ ടെലിഗ്രാമിലോ കോൺടാക്ട് ചെയ്യാം. വിളിച്ചാൽ കിട്ടില്ല. ഈ അറ്റത്തുള്ളത് ഞാൻ തന്നെയാണ്. അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് നമ്മുടെ അക്കാഡമിക്സിനോടൊന്ന് മനസ്സിലാക്കുക. സോ നിങ്ങൾ മെസ്സേജ് അയച്ചുള്ള തീർച്ചയായിട്ടും എന്ത് ചെയ്യുക തന്നെ ഞാൻ ചെയ്യും, ഞാൻ റെസ്പോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇത്തിരി വൈകിയാലും എൻ്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇതിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതൊന്ന് പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. കാരണം ഇത്തരം അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ എല്ലാത്തിനും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാം പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ തന്നെ ഞാൻ ഓൾറെഡി ടെലിഗ്രാമിൽ ചെയ്തു, എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ വീഡിയോ ആയിട്ട് ചെയ്തു വരുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിലോട്ട് എത്തിക്കാൻ ടെലിഗ്രാം ചാനൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ പറ്റുമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുകൂടി എന്ത് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ച് എല്ലാവരും ഇനി ഫുൾ പവറിൽ പഠിച്ചു തുടങ്ങാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.